ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായാലും നമ്മൾ കണ്ടിട്ട് എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. വെറും 3 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോൾ അതിനായിട്ട് വേണ്ടത് ആപ്പിളാണ്. ആപ്പിൾ കൊണ്ടിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെറിയ റെസിപ്പി. ആപ്പിൾ റിംഗ് ഫ്രൈ ആണ് കേട്ടോ. ആദ്യം നമുക്കൊരു ആപ്പിൾ എടുത്ത് ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിയാം. ഒരുപാട് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കട്ടിയും വേണം, അത്യാവശ്യം കനക്കുറവും വേണം. ആ രീതിയിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഒരു ആപ്പിൾ വെച്ചിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വേണ്ടത് നമ്മുടെ ഇതിൽ നടുഭാഗത്ത് കുരു കളയാൻ ഒരു കുപ്പിയുടെ അടപ്പ് ഉപയോഗിച്ചാൽ മതി. കണ്ടോ, ഇത് നമ്മുടെ ഈ കുരു കളയാൻ വേണ്ടി നമ്മൾ റൗണ്ട് ഷേപ്പ്, അതായത് ഈ ഒരു റെസിപ്പിയുടെ പേര് തന്നെ ആപ്പിൾ റിംഗ് ഫ്രൈ ആണ്. അപ്പോൾ അതിൽ റിങ് പോലെ ആക്കാൻ വേണ്ടി ഞാനൊരു കുപ്പിയുടെ അടപ്പാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു ആപ്പിൾ പീസ് എടുത്തിട്ട് ഇതുപോലെ തന്നെ നടുഭാഗത്ത് ഇതുപോലെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ റൗണ്ട് ഷേപ്പായിട്ട് കിട്ടും. കണ്ടോ, നല്ല റിങ് പോലെ കിട്ടും. ഇതേപോലെ തന്നെ നമ്മൾ ഓരോ ആപ്പിൾ പീസും ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്പിൾ റിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം അത് നമ്മൾ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി വേണ്ടത് ഒരു ബൗളിലേക്ക് 4 സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല മണത്തിന് വേണ്ടി ഒരു നുള്ള ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലോട്ട് കുറച്ച് പാൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് അധികം ലൂസാവാത്ത രീതിയിൽ ഇതുപോലൊന്ന് കലക്കിയെടുക്കാം. ഞാൻ പാലല്ല, വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. വെള്ളമായാലും മതി, പാൽ തന്നെ വേണമെന്നില്ല. നല്ല രീതിയിൽ കുറുകി, ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്. ആ രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല രീതിയിൽ വെള്ളം ചേർത്ത് കുറുക്കിയെടുക്കണം. ഒരു മാവ് പോലെ കിട്ടണം നമുക്ക്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ലൂസുമല്ല, ഒരുപാട് കട്ടിയുമല്ല. ആ രീതിയിൽ നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് പാൻ ചൂടാക്കി അതിലേക്ക് അല്പം നെയ്യ് ഒഴിക്കാം. നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. ഞാനിതിലോട്ട് നെയ്യാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ തയ്യാറാക്കിയ ഓരോ ആപ്പിൾ റിങ്ങും ഈ മാവിൽ നന്നായി മുക്കി പാനിലേക്ക് വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് 2 വശവും ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വേവിച്ചെടുക്കാം. ആപ്പിളിൻ്റെയും നെയ്യിൻ്റെയും ആ ഒരു മണം വരുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. ആപ്പിൾ നല്ല രീതിയിൽ ബ്രൗണിഷ് കളർ ആകുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നെയ്യുടെ അളവ് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. കാര്യം നെയ്യ് ഞാൻ ഒരുപാട് ചേർത്തിട്ടില്ല. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുള്ളൂ. ഒരുപാട് നെയ്യുടെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ ആപ്പിൾ റിംഗ് ഫ്രൈ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇതിൽ മുകളിൽ അല്പം തേനും കൂടെ ഒഴിച്ചാൽ സംഗതി ഉഷാറായി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തേൻ ചേർത്താൽ മതി കേട്ടോ. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ ഇത് ബെസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.